കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളികൾ ഏറ്റെടുത്തൊരു സന്തോഷ വാർത്തയാണ് ജിഷിൻ്റെയും അമ്മയുടെയും വിവാഹം. ഇപ്പോഴിതാ ഇന്നാണ് ഇവരുടെ യഥാർത്ഥ വിവാഹം നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജിഷിനും അമ്മയെയും സ്നേഹത്തോടെ ഏറ്റെടുത്ത ഇവരുടെ വിവാഹത്തിൻ്റെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഇന്ന് കഴിഞ്ഞത്. ഇരുവരും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ചെയ്താൻ വൈകുന്നത് കൊണ്ട് തന്നെയായിരുന്നു ഇവരുടെയും വിവാഹം പ്രേക്ഷകരെ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ ഡിവോഴ്സിന് ശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം മാത്രമേ രണ്ടാമത് വിവാഹം കഴിക്കാൻ സാധിക്കൂ. ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ തന്നെയും സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു ജിഷിന് ഈ ഒരു ബന്ധവുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം അവസാനിച്ച സ്ഥിതിക്ക് ജിഷിൻ ഇപ്പോൾ വിവാഹിതനായി എന്ന് അറിയിക്കുന്നു. നിയമപരമായി തന്നെ വിവാഹിതനായിരിക്കുന്നു എന്ന് തന്നെയാണ് ജിഷിൻ അറിയിക്കുന്നത്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇതിനെക്കുറിച്ച് ജിഷിൻ പറയുന്നത്. ഞങ്ങളിത് വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നാണ് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജിഷിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അടുത്തിടെയായിരുന്നു അമ്മയും ജിഷിനും ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത്. നീണ്ട നാളത്തെ ലിവിംഗ് ടുഗെദർ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഗുരുവായൂരപ്പൻ. അങ്ങനെയാണ് അവിടെ വെച്ച് വിവാഹം എന്ന തീരുമാനം വന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരും അന്ന് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. വിവാഹശേഷമായി വീട്ടിലേക്ക് വന്നപ്പോൾ ആരതി ഒഴിഞ്ഞ് വരവേൽക്കാനൊന്നും ഇവിടെ ആരുമില്ല. നല്ലത് വിചാരിച്ച് കയറി വരൂ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തത് ജിഷിനായിരുന്നു. ബിഗ് ബോസിലടക്കം തങ്ങളുടെ അത്രയേറെ വേണ്ടപ്പെട്ടവരെല്ലാം കാണാനും കൂടാനുമൊക്കെ സാധിച്ചു. അങ്ങനെ എത്തിയിരുന്നു. ആ സന്തോഷവും ഇരുവരും പങ്കുവച്ചിരുന്നു. ആ ചിത്രങ്ങളും വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വിവാഹം രജിസ്റ്റർ ചെയ്ത ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അമയ. ജീവിതത്തിലെ ഒരു മോശം അധ്യായം കൊണ്ട് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ മുഴുവൻ കഥകളും തീരുമാനിക്കപ്പെട്ടില്ല. ഞങ്ങളുടെ രജിസ്ട്രേഷൻ പിക്സ് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് തള്ളിക്കളഞ്ഞവരോടും ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നവരോടൊന്നുമായിരുന്നു അമയെ കുറിച്ചത്. അമയെ കാരണമാണ് ഞാൻ വിവാഹമോചിതനായതെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. അത് ശരിയല്ല. വിവാഹമോചനം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടപ്പോഴാണ് അമ്മയെ ജിഷിനെ പരിചയപ്പെടുന്നത്. അഭിമുഖങ്ങളിലും പോസ്റ്റുകളിലുമൊക്കെയായി ഇരുവരുടെയും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചും മറുപടിയൊക്കെ നൽകാറുണ്ടായിരുന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ പ്രണയത്തിലായവരൊന്നുമല്ല ഞങ്ങൾ. ജിഷൻ ചൂടനാണെന്നും കയ്യിലിരിപ്പ് നല്ലതല്ലെന്നുമൊക്കെയുള്ള കമൻറ്റുകൾ കേട്ടിരുന്നു. എന്നാൽ അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് തെറ്റിദ്ധാരണകളെല്ലാം മാറിയത്. പെട്ടെന്ന് തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു. ഇരുവരും അങ്ങനെ തന്നെ അടുത്തു. ഡിപ്രഷൻ ബാധിച്ചു വേറൊരു അവസ്ഥയിലായിരുന്നു ജിഷിൻ. എല്ലാം തകർന്ന പോലെ ജീവിച്ച ജിഷിനെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുകയായിരുന്നു അമയ. നശിച്ചു നാരായണക്കല്ലായൊരു മനുഷ്യനെ ജീവിതം കൊടുത്തതെന്ന് അന്നേ അറിയാമായിരുന്നുവെന്ന് അമയ പറഞ്ഞിരുന്നു. ഞാൻ കാണുന്ന സമയത്ത് ജിഷിൻ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടുന്ന് ഇത്രയും ദൂരം അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. അതാരുടെയൊക്കെ കടമ്പ കൊണ്ടാണ് അല്ലെങ്കിൽ സഹായം കൊണ്ടാണെന്ന് പറഞ്ഞാലും മതിയാകില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രാധാന്യമായി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് ചൂണ്ടിക്കാട്ടിയേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.